പ്രശസ്തരായ ഹുദവിമാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും അറിയാം, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ഹുദവി ബിരുദം നൽകുന്നത്. അത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് കടലുണ്ടിപ്പുഴയുടെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം എടുക്കുന്നത്. അപ്പോൾ 1986 ഈ സ്ഥാപനം തുടങ്ങിയത്. ഇന്ത്യയിൽ നിന്ന് തന്നെ പുറം നാട്ടിൽ ഏറ്റവും അറിയപ്പെട്ട പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ വളരെ അറിയപ്പെട്ടതും അവിടുന്ന് ബിരുദം എടുക്കുന്ന കുട്ടികൾക്ക് പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഏറ്റവും മാർക്കറ്റ്, കേരളത്തിൽ നിന്ന് കിട്ടുന്ന ബിരുദങ്ങളിൽ നിലവിലെ ഏറ്റവും മാർക്കറ്റുള്ള ബിരുദം ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതും മറ്റുള്ളവരിൽ നിന്ന് കേട്ടതും മൊത്തത്തിൽ നോക്കണമെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ അറിവ്. അതായത് പുറം നാട്ടിലൊക്കെ മാർക്കറ്റ് ഉള്ളത്, ജോലി ആയാലും സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾ അങ്ങനെയൊക്കെ പല വിഷയത്തിലും. അപ്പോ നമ്മൾ അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ പ്രശസ്തരായവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സിൻസാർ ലുക്ക് ഹുദവി. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ മതപ്രഭാഷണ രംഗത്ത് ഒരു മെഗാസ്റ്റാർ പദവി നേടിയ വ്യക്തിയാണ്. പദവി നേടുക എന്ന് പറയുമ്പോൾ എല്ലാത്തിലും കേൾക്കുന്ന മെഗാസ്റ്റാർ പദവി ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഒരു വ്യക്തി എന്നാൽ അത്രയോളം ആളുകളും അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം യൂട്യൂബിൽ വന്ന അത്രയും ആളുകൾ കേൾക്കാനും ഉള്ളതിൽ ഏറ്റവും മികച്ചവർ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഒന്നാമത്തെ ആള് സിൻസാർ ലുക്ക് ഹുദവിയാണ്. രണ്ടാമത്തത് പറയപ്പെടുന്ന മുസ്തഫ ഹുദവി ആക്കോട്. അദ്ദേഹം ഒരു കാലത്ത് 13കാരൻ 12കാരൻ 14കാരൻ എന്നൊക്കെ ഉള്ള ഇതിലൊരു ഒരു പ്രഭാഷകനായിരുന്നു. ഒരു 15 കൊല്ലം വരെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല, 16കാരൻ 13കാരൻ. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നതായിരുന്നു. നല്ലൊരു പ്രത്യേക ശൈലി സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രഭാഷകനാണ്. അദ്ദേഹത്തെ ഇപ്പോഴും ഉണ്ട്, പ്രഭാഷണ രംഗത്ത് സജീവമായിട്ടുണ്ട്. അതുപോലത്തെ ഈ അടുത്ത കാലത്ത് വന്ന ആളാണ് ഖലീൽ ഹുദവി. അതുപോലെ അദ്ദേഹം സ്വന്തമായിട്ടൊരു ശൈലി ഉള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ മുനീർ ഹുദവി, അദ്ദേഹം സ്വന്തമായിട്ട് ശൈലിയും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ സലാഹ് ഹുദവി. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകും. മറ്റുള്ള സംഘടനകളിലേക്ക് അധികം ഹുദവി ബിരുദം എടുത്ത് പോയ ആളുകളെ കണ്ടു ഞാൻ ഒരുപാട് തപ്പി. പ്രത്യേകിച്ച് മുജാഹിദ് ജമാഅത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ തീക്കൊന്നും പോയ ആളുകളെ കുറിച്ച് നമുക്ക് പറയാൻ കാണുന്നില്ല അധികം. എന്താണ് കാരണം എന്നറിയില്ല. ചില ആളുകൾ ഇങ്ങനെ പറയും, നാളെ അയാൾ മുജാഹിദിലേക്ക് ഒരു മിക്കവാറും അയാളെ വർത്താനം കേട്ടിട്ട് അയാൾ മുജാഹിദിലേക്ക് പോകും. അങ്ങനെ പറയാന്നല്ലാതെ ആരും വന്നു കാണുന്നില്ല. എന്താണ് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരാള് പോയി, അസ്കർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അദ്ദേഹം അയാള് ഇസ്ലാമിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹുദവി ബിരുദം അദ്ദേഹത്തിന് കിട്ടിക്കണ അറിയില്ല, പക്ഷെ അയാള് ആ പേരിന് അങ്ങനെ ചേർക്കുന്നുണ്ട്. വളരെ മോശമായിട്ട് 10ാം ക്ലാസ് വരെ മദ്രസയിലൊക്കെ പഠിച്ച് നമ്മളൊക്കെ ഒരിക്കലും കേൾവില്ലാത്തത് അയാള് ആർക്കോ വേണ്ടി സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ആ വ്യക്തി ബിരുദം എടുത്തതായിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവിടെ അങ്ങനെ രേഖയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്താ അറിയില്ല. ഏതായാലും പിന്നെ ഈ അടുത്ത കാലത്ത് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിക്ക് 2 സമരങ്ങൾ നടന്നു. ഒന്ന് ഇസ്ലാമിക് അക്കാദമിയിലേക്കും, ഒന്ന് അക്കാദമിയിൽ വേണ്ടി സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട്. അത് രണ്ടിന് ഒന്ന് ഞാൻ വീഡിയോ കൃത്യമായിട്ട് ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ലീഗിന്റെ സമരമായിരുന്നു. മറ്റേ സമരക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, സമയത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇഷ്ടംപോലെ ഉദയന്മാരില്ലാണ്ടല്ല, കാരണം നമുക്ക് വീഡിയോന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഉദയന്മാരുണ്ട്, എഞ്ചിനീയറിങ്ങും ഡോക്ടേഴ്സും അങ്ങനെ പല രൂപത്തിലെ പ്രശസ്തരായ വ്യക്തികള്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.